ഇത് കണ്ടോ ഈ ഡെമോ ക്ലാസ് റൂമിൽ നോക്കിക്കേ ഇങ്ങനെ വരച്ചു. കട്ടെക്സ് എടുക്കാം. എന്നിട്ട് ഇതിപ്പോൾ നോക്കി ഫ്രണ്ടിൽ വശം നോക്കി കഴിഞ്ഞാൽ ഇവിടെ താഴെയാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ ആ ഒരു ഇതിലേക്ക് മാറ്റണം. ടോപ്പിലിട്ടിട്ട് ഈ 2 വെർട്ടെക്സിനെ സെലക്ട് ചെയ്യാം, മൂവ് എടുക്കാം, ഫ്രണ്ടിൽ വന്നിട്ട് ഇതിനെ കുറച്ചും ഇങ്ങോട്ട് കയറ്റി വയ്ക്കാം. കുറച്ച് സ്റ്റെപ്പിന്ന് കുറച്ചൊരു പൊക്കത്തേക്ക് വയ്ക്കാം. വീണ്ടും ടോപ്പിലിട്ടിട്ട് ഇതിനെ പിക്ക് ചെയ്യുക, ഫ്രണ്ടിലിടുക. പിന്നെ കുറച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റാണ്. കുറച്ച് സ്റ്റാർട്ടിങ് നമുക്ക് എവിടെ നിന്ന് ഇത് നമ്മൾ ഇത്തിരി പൊക്കി വയ്ക്കുന്ന വെച്ചാൽ നമ്മുടെ ഐ ലെവലിലേക്ക് ആ ഒരു വാക്ക് ത്രൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വെച്ചു. പിന്നെ കുറച്ചും കൂടി ഒന്നിച്ച് വയ്ക്കാം. ടോപ്പിലിട്ടിട്ട് ഇതിനെ രണ്ടിനെയും സെലക്ട് ചെയ്തിട്ട് ഫ്രണ്ടിലിട്ടിട്ട് ഇങ്ങനെ റൈറ്റിലാണ് വേണ്ടത് അതിലേക്ക് വയ്ക്കാം. ഇനി നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യാണ് ചെയ്യാം. ടോപ്പിൽ വന്നിട്ട് ഇവിടെ ക്യാമറയിൽ റിയർ ഫിസിക്കൽ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ ക്യാമറ സെറ്റ് ചെയ്യുക. ഈ ക്യാമറയുടെ ടാർജറ്റ് ഓഫ് ആക്കുക. എന്നിട്ട് ഇവിടെ ഫിലിം ഗേജിൻ്റെ വാല്യൂ കുറച്ച് കൂട്ടാം. എന്നിട്ട് ഈ ക്യാമറയെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അനിമേഷനിൽ കൺസ്ട്രെയിനിൽ പാത്ത് കൺസ്ട്രെയിൻ എടുത്തിട്ട് നമ്മൾ വരച്ചു കൊടുത്ത പാത്തിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ ഞാൻ എന്നിട്ട് പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ ഈ ക്യാമറയുടെ ഡയറക്ഷൻ സെയിം ആയിട്ടാണ് എടുക്കുന്നത്. നമുക്കിവിടെ എത്തുമ്പോൾ ഒന്ന് തിരിയണം, റൊട്ടേറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിനിവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഓട്ടോ കീ ഓണാക്കിയിട്ട് ഇവിടെ നമ്മളൊരു കീ സെറ്റ് ചെയ്യണം. ഇപ്പം 0 ഒരു കീ സെറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ മൂവ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് തിരിയേണ്ടത് അവിടെ എത്തുമ്പോൾ നിർത്തിയിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ഓപ്ഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരു കീ ഇവിടെ സെറ്റ് കീ ഒരു കീ ഇവിടെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ഇതിനെ മൂവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെയാണ് തിരിയേണ്ടത്. ഇവിടെ വെച്ചിട്ട് ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു കീ കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് വരുന്നുണ്ടാവും. ഇനി നമുക്ക് ഇത് വെച്ചു. ഇനി നമുക്കിതിലെ ഓപ്പലിടുമ്പോൾ പെർസ്പെക്റ്റീവിലിടുമ്പോൾ ഇവിടെ നമുക്ക് ഇപ്പം സ്റ്റെപ്പ് ഇവിടെ വരെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ഇല്ല. അപ്പോൾ ഓപ്പണിംഗ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ റൂഫിനെയും ടോപ്പിലിട്ടിട്ട് നമ്മുടെ സ്റ്റെപ്പിനെയും ടോപ്പിലിട്ടിട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ട് സ്റ്റെപ്പിനെയും മാത്രം സെലക്ട് ചെയ്തിട്ട് ഹൈഡ് അൺസെലക്റ്റഡ് കൊടുക്കുക. ഇത് രണ്ടും മാത്രം വെച്ചിട്ട് അൺസെലക്റ്റഡ് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഓപ്പണിംഗ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതിന് പ്രൊബോളിയൻ എടുത്തിട്ട് ചെയ്താൽ മതി. ബോക്സ് വരച്ചിട്ട് ഇവിടെ സ്നാപ്പ് ഓണാക്കി ഇവിടെ ഒരു ബോക്സ് വരച്ചു. ഇവിടെ ഒരു ബോക്സ് വരച്ചു.
ഇവിടെ ഒരു ബോക്സ് വെച്ചു. പെർസ്പെക്റ്റീവ് ഇട്ടിട്ട് ഫ്രണ്ട് ഇതിൻ്റെ എലിവേഷൻ ഇടുമ്പോൾ ഇവിടെ 3 ബോക്സുകൾ വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ സ്നാപ്പ് ഓഫ് ആക്കിയിട്ട് ഓരോന്നിനും മൂവ് ചെയ്തിട്ട് കുറച്ച് ആ ഒരു ഇതിലേക്ക് കയറ്റി വയ്ക്കാം. പെർസ്പെക്റ്റീവ് ഇടുക, ഇത് പ്രൊബൂളിനെ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യും. ഒബ്ജക്റ്റ് റൂഫിനെ സെലക്ട് ചെയ്യുക, പ്രൊബൂളിനെ എടുക്കുക, സ്റ്റാർട്ട് തിരിക്കുന്നു, കട്ട് ചെയ്തു. എന്നിട്ട് ഇതിന് ഇതൊരു ഗ്രൂപ്പാണ്, ഇതിനിറക്കിയിട്ട് ഇങ്ങോട്ട് വയ്ക്കാം. ഗ്രൂപ്പിനൊന്ന് ഹൈഡ് ചെയ്യാം. ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഫ്രണ്ടിലിട്ടിട്ട് ഇതിന് സെലക്ട് ചെയ്തിട്ട് മൂവ് എടുത്തിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ പൊക്കി വയ്ക്കാം. ഇതെല്ലാം 0-ലിട്ടിട്ട് ചെയ്യണം കേട്ടോ. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും വെച്ചാലും മതി, ക്യാമറ സെറ്റ് ചെയ്താലും മതി. ഒരു 10 കൊടുക്കാം. പെർസ്പെക്റ്റീവ് ഇട്ടിട്ട് ഹൈഡോട് കൊടുക്കാം. ഇനി നമുക്കിത് ക്യാമറ വ്യൂവിലിടാം. കിട്ടും. പിന്നെ ബാക്കി ഇതിൻ്റെ റെൻഡറിങ്
സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം.